കുണ്ട എന്നെ വിളിക്കണ്ട. പിന്നെ ഇത് കുറെ ആഗ്രഹിച്ച കാര്യങ്ങൾ. നിങ്ങൾ എന്തിനാണ് ആശയെ തല്ലിയത്? ഞാൻ ആശം തല്ലിയതോ? ആശി വേറെ പെണ്ണിന്റെ കൂടെ പോയതിന്. ഇത്രയും ക്രൂരമായ രീതിയിൽ പുള്ളിയെ തള്ളി താഴെ ഇടാനായിട്ട് അല്ലെങ്കിൽ അടിച്ച് താഴെ ഇടാൻ മാത്രം വലിയ ഞാൻ അടിച്ചിട്ടില്ല. ഇപ്പൊ അങ്ങനെ ആയോ? ഞാൻ ആശിനെ അടിച്ചിട്ടില്ല. പക്ഷേ സോഷ്യൽ മീഡിയ ഡിജിറ്റൽ തെളിവുകളാണ് അടിച്ചിട്ടില്ല. തൊണ്ടി സഹിതം ഞാൻ പിടികൂടിയിരിക്കുകയല്ല. ഞാൻ ആശിനെ കടിക്കുക ചെയ്തത്. വന്നിരുന്നപ്പോ തന്നെ എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഡീസന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണം എന്നൊരു അഹങ്കാരത്തോടുകൂടി എന്നോട് പറഞ്ഞു. അങ്ങനെ ഒരു ബോധം ഉണ്ടായാൽ നന്ന്. എന്റെ ഒരു ഹോട്ട് സീറ്റിന് കാരണം ഇയാളെ ഇന്റർവ്യൂ ഞാൻ കണ്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. എനിക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് മറുപടി ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ആദ്യം മുൻകൂട്ടി കൊച്ചിനെ കളരി പലതും കണ്ടവനായി വെണ്ടർ വേറെ വല്ല നമ്പറും കൊണ്ട് ഇറക്കി വിട്. അല്ല, എന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലല്ല, ഇയാളെ പേടിക്കേണ്ട ആവശ്യം എനിക്ക് എന്നുള്ളത്. കാരണം എനിക്കെന്താ കൊമ്പുണ്ടോ? അല്ല, പക്ഷെ പുള്ളിയെ കുറിച്ച് ഭയങ്കര അഭിപ്രായം പുള്ളിക്ക് തന്നെ. ഇയാളെ പേടിച്ചിട്ടൊന്നല്ല. പേടിയാ നിങ്ങളുടെ പേടി മറയ്ക്കാനാണ് നിങ്ങൾ അങ്ങനെ ഇൻട്രോ എന്റെ മുമ്പിൽ കൊണ്ടിട്ടത്. ഞാൻ ആകെ തീ പിടിച്ച് നിൽക്കട്ടോ. ഞാൻ എനിക്ക് ദേഷ്യം പൊതുവാൾജി എനിക്ക് ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കാർത്തി, കൂൾ ഡൗൺ. സഭ്യതയോടെ പെരുമാറുക. ഞാൻ സഭ്യത വിട്ട് പെരുമാറിയിട്ടില്ല. ക്ഷോഭം ഒന്നിനും ഒരു പരിഹാരമല്ല. ഇയാളുടെ ഇന്റർവ്യൂ കണ്ടിട്ട് എനിക്ക് സത്യം പറയാൻ ഞാൻ രണ്ടര പറയാനായിട്ട് തന്നെയാണ് വന്നത്. ഞാൻ തന്നെ 10 പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. എന്താണ് ഇത്ര പറയാനുള്ളത്? ഇത്ര ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. എന്റെ പൊന്നു ഗുരുവായൂരപ്പ, നീ തന്നെ ഇതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കി താ. ഇയാളെ പല ഇന്റർവ്യൂകളും കാണുമ്പോ എനിക്ക് ഒരുമാതിരി എനിക്കിട്ട് കേട്ടണം മറ്റേ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ ഒരു കാര്യം പറ്റേ, ഒരാളെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിട്ട് നിങ്ങൾ മറ്റേ ക്യൂട്ട്നെസ് വാരി വിതറാനല്ല. നിങ്ങൾ അധികം സംസാരിക്കണ്ട. നിങ്ങൾ ഇവിടെ ഒന്ന് പാറ്റ് ചെയ്യുന്നല്ലോ നിങ്ങൾ വിചാരിക്കുന്നത്. ഹോട്ട് സീറ്റ് ആണ്. നിങ്ങൾക്ക് ക്രിറ്റിസിസം ഫേസ് ചെയ്യണം. നിങ്ങൾ എന്നെ തല്ലുവോ? അല്ല, അത് മനസ്സിലായി. ചിലപ്പോ തല്ലിന്ന് വരും. അതിനിത്തിരി പൊളിക്കും. പിന്നെ എന്റെ കൈ മാങ്ങ പറിക്കാൻ പോകും. കല്യാണത്തിന് പൊളിക്കും. അങ്ങനെ വൈക്കുന്നടി വാങ്ങി പൊരേ കൊണ്ടുപോണ പരിപാടി ബാപ്പുനില്ല. അല്ല, ഒരു മിനിറ്റ് ഞാൻ കണ്ടേ. ഞാൻ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ. ഒരു മര്യാദ വേണ്ടേ? നിങ്ങൾ എങ്ങനെ ദേഷ്യം വരുന്നത് ചൂടായിട്ട് കാര്യമില്ല. ഇത് കുറെ ആഗ്രഹിച്ച ഇതൊന്നും പട്ടാള പറഞ്ഞോ? സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാൻ മേലെ ഒരു വേൾഡ് വാർ കഴിഞ്ഞ പോലെ